ഒരിക്കൽ ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞു, ചന്തമുണ്ടായിട്ട് കാര്യമില്ല, ചിന്ത നല്ലതാകണം. വാസ്തവത്തിൽ ചന്തം നല്ലതാണ്, കാണാൻ ഭംഗിയുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. കാണാൻ ഭംഗിയുണ്ടെന്ന് കരുതി ചിന്തകൾ നല്ലതാകണമെന്നില്ല. യേശു അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് പരീശന്മാരെ വിളിച്ചു. പുറമേ വളരെ മനോഹരമായ കുഴിമാടമാണ്, അതിൻ്റെ അകത്ത് ചീഞ്ഞ് നാറിയ അസ്ഥികളും അഴുകിയ മാംസങ്ങളും. അതാണ് യേശു അവരെ അങ്ങനെ വിളിച്ചത്. കാഴ്ചയിൽ അവർ ഏറ്റവും ഭംഗിയുള്ളവരായിരുന്നു. കാരണം അവരുടെ വസ്ത്രത്തിൽ മുഴുവൻ വാക്യങ്ങൾ എഴുതി വെക്കുമായിരുന്നു. പൊടിപ്പും തൊങ്ങലും എല്ലാമുണ്ട്. അതായത് ന്യായപ്രമാണത്തിൻ്റെ എല്ലാ കണക്കുകളും അവരുടെ വസ്ത്രത്തിൽ പോലും അവർ വെച്ചിട്ടുണ്ട്. കാഴ്ചയിൽ വളരെ ചന്തമുള്ളവർ, എന്നാൽ ചിന്തകൾ നല്ലതല്ലാത്തവർ, ദൈവവുമായി ബന്ധമില്ലാത്തവർ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പുറമേ യഹൂദനായവനല്ല യഹൂദൻ. പൗലോസ് പറയുകയാണ്, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പുറമേ ഉള്ള ഒരു ഭാവമല്ല, പുറമേ ഉള്ള ഒരു രൂപമല്ല. ഒരു ക്രിസ്ത്യാനിയുടെ ഒരു രൂപവും ധരിച്ചിട്ടും കാര്യമില്ല. അകമേയാണ് ക്രിസ്ത്യാനിത്വം. അതായത് അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ എന്നാണ് പത്രോസ് ലേഖനത്തിൽ പറയുന്നത്. അകത്തെ മനുഷ്യൻ എന്ന് പൗലൂസ് പറയുന്നു. പുറത്തെ മനുഷ്യനെ ലോകം കാണുന്നു, മനുഷ്യർക്ക് കാണാം. എന്നാൽ അകത്തെ മനുഷ്യനെ വ്യക്തിത്വത്തിലൂടെ കാണാം, സ്വഭാവത്തിലൂടെ കാണാം. കാഴ്ചയിലൂടെ കാണുന്നത് പുറത്തെ മനുഷ്യൻ. എന്നാൽ ഒരു നല്ല പ്രവൃത്തിയിലൂടെയാണ് അകത്തെ മനുഷ്യനെ കാണാൻ കഴിയും. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും. അപ്പോൾ നമ്മിൽ നല്ല മനുഷ്യനുമുണ്ട്, ചീത്ത മനുഷ്യനുമുണ്ട്. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ, യേശുവിനെ സ്വീകരിച്ച ഒരു ദൈവ പൈതൽ പുതിയ സൃഷ്ടിയാണെന്നും അവൻ്റെ പഴയത് കഴിഞ്ഞു പോയെന്നും ബൈബിൾ പറയുന്നു. പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യനെ ഇനി പൊങ്ങി വരാതെ സൂക്ഷിപ്പാൻ, അവനെ ദിനംതോറും ക്രൂശിക്കുവാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ സത്യങ്ങളിലൂടെ നടക്കാൻ യേശു ഈ പുതിയ ദിവസം കൃപ തരട്ടെ. നമുക്ക് ചേർന്ന് പാടി ചില നിമിഷങ്ങൾ യേശുവിനെ ആരാധിക്കാം. അസാധ്യങ്ങൾ സാധ്യമേ ദേവാ ഉങ്ക വാർത്തയാലേ, അസാധ്യങ്ങൾ സാധ്യമേ ദേവാ ഉങ്ക വാർത്തയാലേ, அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே, அசையாத மலை கூட அசைந்திடுமே, அமராத மலை கூட அமர்ந்திடுமே. எல்லா புகழும் எல்லா கனவும் அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயர்வும் என்னில் நிலை வரமானவர்க்கு எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயர்வும் என்னில் நிலை வரமானவர்க்கே. எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு. அசாத்தியங்கள் சாத்தியமே தேவா
அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே, அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே. எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே, எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே, எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே, எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே, எல்லா புகழும் எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே, எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே. எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் ഇയേശുവക്ക്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുന്നു. അതിൽ 25-ാമത്തെ വാക്യം, അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകേണ്ടതിന് തന്നെ. അതായത് യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു കൂട്ടം ജനം യേശുവിന് വെറുതെ കല്ലെറിയാൻ പോകുന്നു, വെറുതെ അസഭ്യം പറയുന്നു, വെറുതെ വിമർശിക്കുന്നു. കാരണം അവർ വെറുതെ എന്നെ പകച്ചു എന്ന് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി വെച്ച പ്രവചനം നിവർത്തിയാകേണ്ടതിന്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പച്ച മരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോടും എത്രയധികം. അപ്പോൾ കർത്താവിന് വേണ്ടി ആരെങ്കിലും ഫലം കായ്ക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കെല്ലാം വിമർശനങ്ങൾ ഉണ്ടാകും. വിമർശനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഫലം കായ്ക്കാതിരുന്നാൽ മതി. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന് നല്ല ഏറുണ്ടാകും. ഒരു മരക്കൊമ്പിൽ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൽ ഒരു മാങ്ങയാണെങ്കിൽ ഒറ്റ ഏറിൽ വിഷയം തീരും. അല്ലെങ്കിൽ 3-4 ഏറ് ഉന്നമില്ലാത്തവന് എറിഞ്ഞാൽ അത് താഴെ പോകും. നിറയെ മാങ്ങയാണെങ്കിലോ വഴിയെ പോകുന്നവനെല്ലാം എറിയും. ആർക്കും എറിയാം, ആരെറിഞ്ഞാലും മാങ്ങ കിട്ടും. നിന്റെ ഫലം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിനക്കെതിരെയുള്ള വിമർശനങ്ങളും വർദ്ധിക്കും. ഏത് കാലത്തും നോക്കിക്കോ, വിമർശനങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകും. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത്, കർത്താവിൻ്റെ വേലക്കിറങ്ങിയ കാലത്ത്, വി എ തമ്പിച്ചായൻ, ന്യൂ ഇന്ത്യയുടെ പ്രസിഡന്റ്, നിത്യതയിൽ വിശ്രമിക്കുന്ന തമ്പിച്ചായൻ, ആ 90-91 കാലയളവിൽ കടന്നുപോയ അവസ്ഥകൾ എത്ര ഭയങ്കരമാണ്. വെറുതെ വിമർശനം. കാരണം അന്ന് എരിവോടെ തീഷ്ണതയോടെ ഓടി നടക്കുന്ന വി എ തമ്പിച്ചായൻ്റെ എതിരെ വന്ന ഏറ്റവും വലിയ അഗ്നി അസ്ത്രം എന്ന് പറയുന്നത്, തമ്പിച്ചായൻ വിശ്വാസികളെ കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുക്കുന്നു, എന്നിട്ട് ബോംബെയിൽ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കുന്നു. അതൊരു വലിയ വാർത്തയായിരുന്നു ആ കാലത്ത്. ഇന്നത്തെ പോലെ യൂട്യൂബോ മീഡിയകളോ ഒന്നും ഇതുപോലെയില്ല. കയ്യാലപ്പുറത്തും വല്ല കലങ്കയിലും 5-6 പോസ്റ്റ് എഴുതി ഒട്ടിച്ചാലേ അത്രയായി. കൈ കൊണ്ട് എഴുതി ഒട്ടിച്ചതും കുറച്ചുകൂടി കാശുള്ള വിമർശകർ കുറച്ചുകൂടി കാശ് മുടക്കി ഒരു പേപ്പറിൽ
അത് പ്രിൻ്റ് ചെയ്തു വരുന്ന അത്രയൊക്കെ ഉള്ളൂ അന്നത്തെ വിമർശനം. ഇന്നത്തെ പോലെ അത്രയും ഇല്ല, എങ്കിലും വേദന വലുതാണ്. ആ സമയത്ത് എനിക്കിന്നും ഓർമ്മയുണ്ട്, അവിടെ തമ്പിച്ചാന് വിശ്വസ്തനായ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ജോണി എന്ന പേര്. ജോണി ഒരു ദിവസം തമ്പിച്ചായൻ്റെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന 2-3 പേര് ഇങ്ങനെ എല്ലാ ജംഗ്ഷനിലും ഇപ്പം അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അവരിപ്പോൾ മൊബൈലുമായിട്ട് ഇരിക്കുന്നത്. ഇപ്പം എല്ലാം അടുത്ത ഗ്രേഡിലോട്ട് വന്നു, എല്ലാവരും മൊബൈലും പിടിച്ച്. നേരത്തെ അങ്ങനെയല്ല, വഴിയെ പോകുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കും. ജോണി വെളിയിലോട്ട് എന്തോ കടയിൽ പോയപ്പോൾ അവർ ഒരുമിച്ച് പറയാണ്, പാവം ആ ചെറുക്കൻ, അവിടുത്തെ ഡ്രൈവറാ, തമ്പിച്ചാൻ്റെ ഡ്രൈവറാ, അവൻ്റെ 6 കിഡ്നി മോഷ്ടിച്ചു, ഇനി 6 എണ്ണം കൂടിയുള്ളൂ. അപ്പോൾ 6 12 കിഡ്നി ഉണ്ടെന്നാണ് ഇവന്മാരെ മനസ്സിൽ ഇവരെല്ലാം ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തമാശകളും ഈ വിമർശനത്തിൻ്റെ ഇടയിലുണ്ടാകാറുണ്ട്. വാസ്തവത്തിൽ ആ സീസണിൽ വന്ന ആ വലിയ വിഷമം ഒരു വശത്ത് വലിയ വേദനയാണെങ്കിലും മറുവശത്ത് ചിരിയും ഉണ്ടാക്കി. ഇതുപോലെ എല്ലാ വിമർശനങ്ങളും സത്യമില്ലാത്തതാണ്. എന്നാൽ നല്ല വിമർശനങ്ങളുണ്ട്. യേശു വിമർശിച്ചു, പൗലോസ് വിമർശിച്ചു. ആ വിമർശനങ്ങളെല്ലാം ജീവിതത്തെ നന്നാക്കാനായിരുന്നു. നല്ല വിമർശനങ്ങൾ എടുക്കണം. നല്ല വിമർശനങ്ങൾ എന്തിനാണെന്നറിയാമോ? അവർ അനുഗ്രഹിക്കപ്പെടാനാണ്, അവർ രൂപാന്തരപ്പെടാനാണ്. നല്ല വിമർശനങ്ങൾ. സ്നാപക യോഹന്നാന്റെ അടുക്കലേക്ക് ജനങ്ങൾ മാനസാന്തരപ്പെടാൻ വന്നപ്പോൾ അവരോട് യോഹന്നാൻ അവരെ വിളിക്കുന്ന വിളിയാണ്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങളോട് ആരാ ആലോചന പറഞ്ഞത്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. എല്ലാ വൃക്ഷത്തിന് ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടി തീയിലിടും. അവരെല്ലാം ഭയപ്പെട്ടു പോയി. നല്ല വിമർശനമാണ്. സർപ്പസന്തതികളെ എന്നുള്ളത് കത്തോലിക്ക ബൈബിളിൽ അണലിയുടെ കുഞ്ഞുങ്ങളെ എന്നാണ്. അത്ര ശക്തമായിട്ട് അദ്ദേഹം വിമർശിച്ചു. പ്രവചന പുസ്തകങ്ങളിലെല്ലാം വലിയ വിമർശനങ്ങളുണ്ട്. അതെല്ലാം രൂപാന്തരപ്പെടാനും നന്നാകാനുമാണ്. നന്നാകാനുള്ള വിമർശനങ്ങൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. യേശുവിനെ പോലെ, പൗലോസിനെ പോലെ, സ്നാപക യോഹന്നാനെ പോലെ, ഇരമ്യാവിനെ പോലെ വിമർശിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഈ സീസണിൽ വേണം. അല്ല, ഒരു അഭിഷേകത്തിൽ വളരുന്ന, ദൈവകൃപയിൽ വളരുന്ന, യേശുവിന് വേണ്ടി നിൽക്കുന്നവരെ ഇല്ലാതെയാക്കാൻ നാവ് കൊണ്ട് വരിക, നമുക്കവനെ നാവ് കൊണ്ട് കൊന്നുകളയാം എന്ന് ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെയുള്ള വിമർശകർ അത് സാത്താന്യമായി മാറും. അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള വിമർശനങ്ങളിൽ നിങ്ങളാരും പെട്ടുപോകരുത്. അങ്ങനെ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറകൾക്ക് ദോഷം വരാതിരിക്കേണ്ടതിന് നല്ല വിമർശനങ്ങളിലേക്ക് വരും. വിമർശിക്കരുതെന്നല്ല, ദൈവവചനപ്രകാരമുള്ള വിമർശനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത തലമുറകൾക്കും അത് നന്മയാകും. അങ്ങനെയുള്ള വിമർശനങ്ങൾ നല്ലതാണ്. ഇവിടെ ഇതാ യേശു പറയുകയാണ്, അവർ വെറുതെ എന്നെ പകച്ചു. ആ കാലത്തുമുണ്ട് വെറുതെ പകയിലൂടെ സംസാരിക്കുന്നത് വിമർശനമല്ല, അത് പൈശാചികമാണ്. പക അസൂയയിൽ നിന്നുണ്ടാകുന്നത്. യേശുവിനോടുള്ള അസൂയ നിമിത്തമാണ് യേശുവിനെ ക്രൂശിൽ ഏൽപ്പിച്ചതെന്ന് പീലാത്തോസ് അറിഞ്ഞിരുന്നു. അസൂയ നിമിത്തം. ഈ കാലയളവിൽ കാണുന്ന പല വിമർശനങ്ങളും അസൂയയിൽ നിന്നാണ്. അങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. വളരെ വേഗത്തിൽ വളർന്നു വരുന്ന ചില അഭിഷിക്തന്മാർക്കെതിരെ വരുന്ന വിമർശനങ്ങൾ എപ്പോഴും നേരെ പറയണം. പൗലോസ് പത്രോസിന്റെ മുഖത്ത് നോക്കി വിമർശിച്ചു. യഹൂദനായിരിക്കുന്ന നീ യഹൂദ മര്യാദയല്ലാത്തത് എന്തിനു ചെയ്യുന്നു എന്ന് പറഞ്ഞ് പൗലോസ് പത്രോസിന്റെ മുഖത്ത് നോക്കി വിമർശിച്ചു. അതാണ് വിമർശനം. അത് പരിശുദ്ധാത്മാവിൻ്റെതാണ്. അന്ന് പത്രോസിന് മാറ്റമുണ്ടായി. നല്ല വിമർശനങ്ങൾ ദൈവത്തോട് ചോദിക്കണം.
അസൂയയിൽ നിന്നുണ്ടാകുന്നത്. ആർക്കും അതിനെ നിർത്താൻ കഴിയില്ല. അസൂയയിൽ നിന്നുണ്ടാകുന്നത് ജഡത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതിനും പറയാൻ വാക്യങ്ങളെല്ലാം, ആയിരക്കണക്കിന് വാക്യങ്ങൾ എടുക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും ആയിരങ്ങൾ വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമുക്കുള്ളത് കൊണ്ട് നല്ലതും തീയതും തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അപ്പോൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക, അങ്ങനെ ശത്രുവിൻ്റെ മേൽ തീക്കനൽ കുന്നിക്കുമെന്ന്. അതുകൊണ്ട് വിമർശനങ്ങൾക്ക് വിധേയപ്പെടുന്നവരും യേശുവിനെ പോലെ ആയിരിക്കണം. ഇവരോട് ക്ഷമിക്കണമേ. കേസുകൾക്കോ എതിർപ്പുകൾക്കോ പോയിട്ട് കാര്യമില്ല. കേസും വഴക്കിനുമല്ല ഒരു അഭിഷിക്തൻ പോകേണ്ടത്. അവരെല്ലാം നിങ്ങൾക്കെതിരെ വരുന്നതെല്ലാം ദൈവസന്നിധിയിൽ ഇരുന്ന് എനിക്ക് ഈ തിരുത്തൽ ആവശ്യമാണ്. ഒരുപക്ഷെ ഇതിൽ നിന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് അനവധി വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. വളരെ കരഞ്ഞിട്ടുണ്ട്. ചില സമയത്തൊക്കെ ആരംഭകാലത്ത് അറിയാതെ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിച്ചതുകൊണ്ട് കാര്യമില്ല. ഇതെല്ലാം ഓരോ കാലയളവിലും ഉണ്ടാകുന്നതാണ്. യേശുവിനുണ്ടായി, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോടും. അതുകൊണ്ട് വിമർശനങ്ങൾ, നിങ്ങളെ ആരെങ്കിലും സകല തിന്മയും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുന്നത് കൊണ്ട് തുള്ളിച്ചാടുവിൻ. നിങ്ങൾക്കെതിരെ സകല തിന്മകൾ ഉണ്ടാക്കി പറയും. അത് വിമർശനമല്ല, അത് അസൂയയിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സഭകളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളും കുറച്ചു കഴിയുമ്പോൾ ക്ഷയിക്കാൻ തുടങ്ങും. ദാവീദിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ദാവീദ് ശക്തിപ്പെട്ട് വന്നു. ശൗലിൻ്റെ കുടുംബമോ ക്ഷയിച്ചു വന്നു. കാരണം ശൗലിന് ദാവീദിനോട് അസൂയയായിരുന്നു. അസൂയ കൊണ്ട് അവനെ ഇല്ലാതെയാക്കാൻ നോക്കിയാണ്. എന്നാൽ എത്ര ഇല്ലാതെയാക്കാൻ നോക്കിയാലും ഒരു അഭിഷേകമുള്ളൊരു വ്യക്തിയെ ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്നറിയണം. കാരണം യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയണം. അതുകൊണ്ട് വിമർശിക്കുന്നവരറിയണം, ഒരു അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. കാരണം ആ വ്യക്തി യേശുവിൻ്റെ ദാസനാണ്. അതുകൊണ്ട് അഭിഷേകത്തിൽ നിൽക്കുന്ന ആരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ആ വ്യക്തിക്ക് കുറ്റമുണ്ടെങ്കിലും തിരുത്തണം, വ്യക്തിപരമായി വിളിച്ച് തിരുത്തണം, എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ സാധാരണ ചെയ്യുന്നത്, ഒരാൾ പ്രതികൂലത്തിലായി ഒരു അഭിഷേകമുള്ളൊരു ദൈവദാസൻ ഇനി എത്ര തെറ്റാണെങ്കിലും അദ്ദേഹത്തിൽ കുറവുണ്ടെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഞാൻ വിളിക്കും, ഞാൻ ആശ്വസിപ്പിക്കും, ഞാൻ ധൈര്യപ്പെടുത്തും. അതേത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും, അത് പെന്തക്കോസ് സമൂഹത്തിലുള്ളവരാണെങ്കിലും, ന്യൂ ജനറേഷൻ ആണെങ്കിലും, കാത്തലിക് സമൂഹത്തിലാണെങ്കിലും ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും. എല്ലാവരെയും. കാരണം ധൈര്യപ്പെടാൻ പറയും. അവരെ ധൈര്യപ്പെടുത്തുവാൻ ഒരു പ്രബോധനത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടി വരും. എല്ലാവരെയും ആശ്വസിപ്പിക്കണം. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാത്തലിക്കിലുള്ളവരും അങ്ങനെയുള്ളവരും നാളെ ഈ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരാനുള്ളവരാണ്. ഒരു നല്ല വാക്ക് അവരെ പിടിച്ച് ബലപ്പെടുത്താൻ അവരെ നമ്മൾ ആശ്വസിപ്പിക്കണം. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നല്ല വാക്കുകൾ കൊണ്ട്, മറ്റുള്ളവരെ തണുപ്പിക്കുന്ന നല്ല വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ അന്യോന്യം ബലപ്പെടുത്താം. ആരെ വിമർശിക്കാൻ, ആരെ നിരുത്സാഹപ്പെടുത്താൻ പോകരുത്. വിമർശിക്കാം, പരിശുദ്ധാത്മാവിലായിരിക്കണം, ജഡത്തിൽ നിന്നായിരിക്കരുത്. ദൈവം നമുക്ക് അതിനുള്ള കൃപ തരട്ടെ. ഈ ദിവസങ്ങളിൽ ഒത്തിരി ദൈവവേലക്കാർക്കെതിരെ വരുന്ന അപവാദങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യരുത്, അത് കാണുകയും ചെയ്യരുത്. കണ്ടു കഴിയുമ്പോൾ നമുക്ക് തെറ്റായ കുറേ ചിത്രങ്ങൾ കിട്ടും. അത് നമുക്കൊരിക്കലും നന്മയല്ല, നമ്മുടെ പ്രാർത്ഥന ജീവിതം പോകും. ഞാൻ ഒരു വീഡിയോയും കാണാറില്ല അങ്ങനെയുള്ള. ആർക്കെതിരെയാണെങ്കിൽ എനിക്കെതിരെ അയച്ചതുപോലും ഞാൻ കണ്ടിട്ടില്ല. അതെന്നോട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് പറഞ്ഞത്. ഞാനിതൊന്നും കാണാറില്ല. അദ്ദേഹത്തിനെതിരെ വരുന്ന ഒന്നും അദ്ദേഹം കാണാറില്ല. ഒരു വിശുദ്ധനായ ദൈവപുരുഷൻ. അങ്ങനെയാകട്ടെ. അസൂയ നിമിത്തം നിങ്ങൾ കൂടുതൽ ഫലം കായ്ക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഏറ് വർദ്ധിക്കും. നല്ല വൃക്ഷത്തിന് ഏറ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് വിമർശനം കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫലം കുറവാണ്. കൂടുതൽ ഫലം കായ്ക്കുക.
കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകട്ടെ. അതെല്ലാം ദൈവം നമ്മെ വളർത്തും. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ പഠനത്തിലൂടെ ഒരു നല്ല ആത്മീക തിരിച്ചറിവും കാഴ്ചപ്പാടും ഉണ്ടാകട്ടെ. അഭിഷേകത്തിനെതിരെ ഒരിക്കലും നിൽക്കാത്തവരും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർക്ക് കൈത്താങ്ങലുള്ളവരുമായി ജീസസ് എവരിഡേ കാണുന്നവർ ഈ ക്ലാസ് മുഖാന്തരം പ്രചോദനമുള്ളവരായി തീരട്ടെ, പ്രബോധിപ്പിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെതാകട്ടെ. വിമർശനത്തിൻ്റെ ആത്മാവ് ഈ കൂട്ടത്തിൽ ആർക്കും ഉണ്ടാകരുത്. ഈ ദിവസങ്ങളിൽ വിമർശനങ്ങളിലൂടെ പോകുന്ന ഒരു ദൈവദാസന്മാർ ക്ഷീണിച്ചു പോകരുത്. അവർക്ക് വരുന്ന ഈ അനർത്ഥങ്ങളെല്ലാം നന്മയാക്കി അങ്ങ് മാറ്റണം. ഇത് കേൾക്കുന്ന പലരും, വളരെ വിവാദത്തിലൂടെ പോകുന്ന പലരും ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള അഭിഷേകവും കൃപയും കൊടുക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരുടെ മേലും പ്രത്യേകം ബലവും കൃപയും പകരണം. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ജീസസ് എവരിഡേയിലൂടെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സത്യങ്ങൾ മനസ്സിലാക്കി, നല്ലതും തീയതും മനസ്സിലാക്കി ആത്മാവിൽ വളരാൻ കർത്താവ് നമുക്ക് കൃപ തരും. ഡിസംബർ മാസത്തിലെ ഈ ആരംഭ ദിവസങ്ങളിലുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് വളരെ ഫലമുണ്ടാക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ ഇതേ സമയത്ത് കാണാം.